പക്ഷേ തായ്ലൻഡ് കംബോഡിയ Yes. സംഘർഷമാണ്. അങ്ങനെ പറഞ്ഞധികം പരിചയമില്ല നമ്മൾ ഈ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു. അവിടെ അതിർത്തി പ്രദേശത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായത്. അത് കംബോഡിയൻ മേഖലയിൽ നിന്ന ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രം തായ്ലൻഡ് ആക്രമിച്ച് കീഴടക്കാൻ നോക്കി. ഇതുവരെ ഏതാണ്ട് 32 പേരുടെ മരണമാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായേക്കുന്നത്. അതിൽ ഏറ്റവും നാശനഷ്ടം ഉണ്ടായത് തായ്ലൻഡ് ഭാഗത്തു നിന്നാണ്. അവിടെ 13 സിവിലിയന്മാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൈനികർ 6 പേരും, മൊത്തം 32 പേര് മരിച്ചത്. നമ്മുടെ പ്രശ്നം ഇതല്ല. അവിടെ ഇപ്പോൾ വെടിനിർത്തലിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഷെല്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വെടിനിർത്തൽ കരാറിലേക്ക് വരാനായിട്ട് ഇടപെടുന്നത് ട്രംപാണ്. ട്രംപ് പഴയ ഡയലോഗ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഞങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകളൊക്കെ ഓർത്തോണം. നിങ്ങൾ യുദ്ധത്തിലേക്ക് തുടരുകയാണെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വെടിനിർത്തൽ ഉണ്ടാകണം. അപ്പോൾ രണ്ട് രാജ്യങ്ങളും അതിന് വഴങ്ങി ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പക്ഷേ എന്നാലും ഈ മഴ പെയ്തു കഴിഞ്ഞാലും മരം പെയ്യുമല്ലോ, അങ്ങനെ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഈ ട്രംപ് ഈ ഐക്യരാഷ്ട്രസഭയാണ് സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ആദ്യം ഇടപെടാറ്. ഇതൊരു ബദൽ മാർഗം. അദ്ദേഹത്തിന് ചില സമാധാന നോബൽ സമ്മാന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കമാണോ ഇത്? ഇത് ട്രംപിന്റെ പതിവുള്ള ട്രംപിന്റെ രണ്ടാം ട്രംപ്. അതെ, ഈ കഴിഞ്ഞ 2025 ജനുവരി മാസം 20-ാം തീയതിയോ മറ്റോ അധികാരത്തിൽ വന്ന ഒരു രണ്ടാമത്തെ ട്രംപ് ഉണ്ടല്ലോ, ആ ട്രംപ് ഒരു തള്ളിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതിലേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് നടന്ന യുദ്ധം, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ആക്രമണം, അത് അവസാനിപ്പിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവൻ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല എന്ന് ഇന്ത്യയും പറയുന്നുണ്ട്. പാകിസ്ഥാൻ അങ്ങനെയല്ല പറയുന്നത്. പാകിസ്ഥാൻ മറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ഇപ്പോ പാകിസ്ഥാനോട് ഇപ്പൊ ഇദ്ദേഹത്തിന് മാക്സിമം എന്താ ചെയ്തിട്ടുണ്ടാവുക? ഞാൻ പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾ ചത്ത് തീരാൻ നിൽക്കണ്ട, വേണമെങ്കിൽ ബുദ്ധിപൂർവ്വം ഇപ്പൊ പിന്നെ നിർത്തിക്കോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ പറയേണ്ടത്. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഞാൻ ട്രേഡ് കാണിച്ചിട്ട്, കച്ചവടം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട്, ഞങ്ങളുമായുള്ള വ്യാപാര കരാറ് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി രണ്ടുപേരെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവന്ന് നിർത്തിച്ചു എന്നൊക്കെ ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ടല്ലോ. ഇദ്ദേഹം പറഞ്ഞത് ഏതാണ് നിന്നത്? ഇദ്ദേഹം പറഞ്ഞിട്ട് ആരെങ്കിലും യുദ്ധം നിർത്തിയോ? ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന്റെ പിറ്റേന്ന് അദ്ദേഹം വിളിച്ചത് പുടിനെയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഞാൻ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കാലം എത്രയായി? ഇപ്പോഴും അവിടെ അതിഭീകരമായ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ട്രംപിന് അവിടെ ഒന്നും ചെയ്യാനില്ല. ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ എന്തായി? ഞാൻ തീർക്കുമെന്ന് പറഞ്ഞല്ലേ. വിറ്റ്കോഫിനെ, അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളുടെ മന്ത്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയാവുന്ന വിറ്റ്കോഫിനെ ചുമതലപ്പെടുത്തി ഇദ്ദേഹം നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫോർമുലയുണ്ട്. എന്താണ്? ഗസയെ മൊത്തം മോചിപ്പിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ സിറ്റി ആക്കിയിട്ട്, ടൂറിസ്റ്റ് സിറ്റി ആക്കി ഞാൻ അതിനെ മാറ്റും. ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗസയും പലസ്തീനും ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലാണ്. എന്നാൽ അമേരിക്കൻ ഫോർമുല ഇസ്രായേൽ അംഗീകരിച്ചോ? ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. യുദ്ധം നിർത്താൻ പറഞ്ഞു, നിർത്തിയോ? ഇല്ല. പക്ഷേ അമേരിക്ക പറഞ്ഞുകൊണ്ടെങ്കിലും ഇരിക്കുന്നു. UN പറയുന്നത് ഒട്ടും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് UN-നേക്കാൾ നന്നായി ആക്ട് ചെയ്യുന്ന ഒരു സമാധാന ഏജൻസി എന്ന ഒരു വെള്ളരിപ്രാവിന്റെ പരിവേഷം ഇപ്പോൾ ട്രംപ് എടുത്ത് അണിയുന്നുണ്ട്. അത് എവിടെയും വിജയിക്കുന്നില്ല. ഈവൻ അമേരിക്കക്കകത്ത് വിജയിച്ചോ? സ്വന്തം ജനത അദ്ദേഹത്തിനെതിരെ സമരത്തിലാണ്, വലിയ തോതിൽ സമരത്തിലാണ്. സ്വന്തം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മുഴുവൻ സമരത്തിലാണ്. സ്വന്തം യൂണിവേഴ്സിറ്റികൾക്ക് പണം കൊടുക്കുന്ന അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്ന കാരണങ്ങൾ തൻ്റെ നാട്ടിലെ അമേരിക്കയിലെ എത്രയോ കാലമായുള്ള വിദേശ നയത്തിന്റെ ഭാഗമായി അതാത് യൂണിവേഴ്സിറ്റികൾക്ക് പല രാജ്യങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികൾക്ക് നേരിട്ട് ഫണ്ട് സ്വീകരിക്കും. ഇപ്പൊ അറേബ്യൻ ഫണ്ടൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. ആ ഫണ്ട് കൊണ്ട് നടക്കുന്ന പ്രോജക്റ്റുകൾക്ക് ചില ചരടുകൾ ഉണ്ടാവും, ചില നിബന്ധനകൾ ഉണ്ടാവും. ആ നിബന്ധനകൾ പാലിക്കാൻ അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ കുറിച്ചുള്ള സെമിനാറുകളും വിഷയങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വേണ്ടിവരും. അതാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ അമേരിക്കൻ ഗവൺമെന്റിനെതിരായിട്ട് സമരത്തിലാണ്. മാത്രമല്ല വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പല സംസ്ഥാനങ്ങളിലും അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രംപ് പറയുന്നതിന് ഇപ്പോൾ ആര് ചെവിക്കൊള്ളാനാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം വളരെ കൃത്യമാണ്. ലോകത്തിലെ 2 പാവം രാജ്യങ്ങളാണ്, തായ്ലൻഡും കംബോഡിയയും. അതിൽ തായ്ലൻഡ് ടൂറിസം കൊണ്ട് മാത്രം നിൽക്കുന്ന രാജ്യമാണ്. ലോകത്തിലെ പാവം മനുഷ്യന്മാർ, പലതരത്തിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ, ഒരുപാട് തരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യന്മാർ. എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ കാശുണ്ടെങ്കിലും ജീവിതത്തിൽ സ്വാതന്ത്ര്യം, ലൈംഗിക ദാരിദ്ര്യം തുടങ്ങിയ സംഗതിയുള്ള ആളുകൾക്ക് അവിടെ പോയി ലിബറലായി കുറച്ച് ദിവസം ജീവിച്ചു കൂത്താടി പോരാം, അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന രാജ്യമാണ്. കംബോഡിയയും സമാനമായ രാജ്യമാണ്. ഈ 2 രാജ്യങ്ങൾക്കും
ചരിത്രപരമായി അമേരിക്കയോട് വിധേയത്വമുണ്ട്. അമേരിക്ക കൊടുക്കുന്ന സഹായമുണ്ട്, ഗ്രാൻഡുണ്ട്, ലോണുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് അവിടെ വിറ്റഴിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ സ്പാസിലൊക്കെ പോയവർ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ സാധനങ്ങളും ഇവർ കൊണ്ടു കൊടുക്കുന്നതാണ്. ഇപ്പൊ അമേരിക്കക്ക് അവിടെ വലിയ തലവേദനയുണ്ട്. കാരണം എന്താ വെച്ചാൽ അമേരിക്ക കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് ഇത്തരം സാധനങ്ങൾ ചൈന നമ്മുടെ ഈ കുന്നംകുളം സാധനങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് വലിയ തോതിൽ. കുന്നംകുളത്തെ പറഞ്ഞാക്ഷേപിക്കരുത്. അപ്പോ ഈ ഞാൻ പറയുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ്, അത് ആ അർത്ഥത്തിലാണ്. അപ്പോ ഇതാണ് സ്ഥിതി. അപ്പൊ അവിടെ ഇപ്പൊ ട്രംപ് വന്നിട്ട് ട്രംപിന് നിർത്താനൊക്കെ പറ്റും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെന്തിനാണ് പേരെടുക്കുന്നത്? തന്റെ രണ്ട് കക്ഷികൾ, രണ്ട് ക്ലയൻസ് ആണല്ലോ, അമേരിക്കയുടെ രണ്ട് ക്ലയൻസ് ആണ്. രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ യുദ്ധത്തിന് നിൽക്കരുത്, സമാധാനം ഉണ്ടായാലേ വ്യാപാരം നടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരു നാട്ടില്, തായ്ലൻഡിനൊക്കെ വലിയ ബാധകമാണ്. അവിടെ യുദ്ധമുണ്ട്, കലാപമുണ്ട് എന്ന് പറഞ്ഞാൽ ആരാങ്ങോട്ട് പോവുക? നാട്ടുകാർ ചെന്നില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുക? അതാണല്ലോ തായ്ലൻഡ്. അപ്പൊ അദ്ദേഹം അവരെ ഉപദേശിക്കുക എന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം, ഇപ്പോ ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തിന് പറയാവുന്ന നല്ല വാക്ക് പറയാം, അത് മറ്റൊരു രണ്ടുപേരും കേൾക്കുമെന്ന് തീർച്ചയുമാണ്. പക്ഷെ ഇത് മുഴുവൻ അവകാശവാദവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർ പോലും തള്ളിപ്പറയും. മാഷെ, ഇതിൽ ഈ ട്രംപ് സമാധാന ദൂതനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ ഇറാൻ സംഘർഷം, അവിടെ സൈനികമായി ഇടപെട്ടത് അമേരിക്കയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് കൊട്ടേഷൻ കൊടുത്തത് അമേരിക്കയാണ്. ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം, അതിലും ഇസ്രായേലിൻ്റെ സ്പോൺസർ അമേരിക്കയാണ്. ഉക്രൈൻ റഷ്യ സംഘർഷം, അവർ സമാധാനം ഉണ്ടാക്കാൻ പറയുന്നു, ഉക്രൈൻ ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, അതിലും സമാധാന ദൂതനാകുന്നു, പക്ഷെ പാകിസ്ഥാൻ ആയുധ സഹകരണം കൊടുക്കുന്നത് അമേരിക്കയാണ്. കൊടുത്തിരുന്നു, ഇപ്പൊ ചൈന അല്ല, ഇപ്പൊ അതിനുള്ള ഡീലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ? സത്യം, തീർച്ചയായും ഡബിൾ സ്റ്റാൻഡാണ്. എന്താ തർക്കമുള്ളത്? അതുകൊണ്ടാണല്ലോ ഇതൊക്കെ തോറ്റുപോകുന്നത്. ഇനി ഇതിന് മൂന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ ഘട്ടം യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞിട്ട് വെള്ളരിപ്പിളവായിട്ട് പറന്ന് നടക്കുക പൊതുമധ്യത്തിൽ. രണ്ടാമത്തെ ഘട്ടം അതേ സമയത്ത് തന്നെ വ്യാപാര കരാറുണ്ടാക്കി ആയുധങ്ങൾ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ആയുധങ്ങൾ വിറ്റുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ഒരു ഘട്ടം കൂടി ഉണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെടിനിർത്തലിന് മുൻകൈ എടുക്കുക. അത് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇറാനെ ആക്രമിച്ചല്ലോ, ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു, ഇറാൻ തിരിച്ചു ആക്രമിച്ചു. വെടിനിർത്താൻ പോയത് എപ്പോഴാണ്? ആരെ ആക്രമിച്ചു? അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചു. അമേരിക്കക്ക് അറിയാം യുദ്ധം എപ്പോൾ നിർത്തണമെന്നും ഏത് അളവ് വരെ യുദ്ധം ഉണ്ടാക്കണമെന്നും അമേരിക്കക്ക് അറിയാം. ഇത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം വളരെ ശരിയാണ്. ഞങ്ങളുടെ കച്ചവടമാണ് ഞങ്ങൾക്ക് പ്രധാനം. ഏതെല്ലാം തരം കച്ചവടമാണെന്നറിയോ? 2-3 തരം കച്ചവടങ്ങളാണ്. ഒന്ന് ആയുധ കച്ചവടം, 2 പട്ടാളത്തിന്റെ തന്നെ കച്ചവടമുണ്ട്. കോർപ്പറേറ്റ് വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഖ്യാത പുസ്തകമുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പട്ടാളങ്ങളുണ്ട്. ലോകത്തിലെ ഈ 3-ാം ലോക രാജ്യങ്ങളിലൊക്കെ പോയി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് പട്ടാളക്കാർക്ക് വലിയ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ട് ലോകത്തിലെ ഓരോരോ രാജ്യങ്ങളിലായി, ഇറാഖിലൊന്നും പൊരുതിയത് അമേരിക്കൻ പട്ടാളക്കാരിൽ കൂടുതൽ മറ്റ് 3-ാം ലോക രാജ്യങ്ങളിലെ പട്ടാളക്കാരാണ്. വലിയ ശമ്പളം കൊടുക്കും, കുറച്ചു കാലത്ത് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. എന്നിട്ട് ഇന്ന രാജ്യത്ത് പോയി ഇന്ന ഗവൺമെന്റിന് വേണ്ടി ഇത്ര കാലം പൊരുതിയാൽ വലിയ കരാറാണ്, ഇത്ര ഡോളറിനാണ്, ലക്ഷക്കണക്കിന് ഡോളറിന് കരാറുണ്ടാക്കും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ആയുധം നിർമ്മിക്കുന്ന കമ്പനികൾ എന്ന് വെച്ചാൽ ആയുധ കച്ചവടം. 2 പട്ടാളക്കാരെ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും ഭീകരം. യുദ്ധം ചെയ്ത് തകർത്ത ഭൂമികളെ, നഗരങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കമ്പനികൾ. അതും ഏതാണ്? അമേരിക്കൻ കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ 3 വഴിക്ക് ഒരേ പെട്ടിയിലേക്ക് ലാഭം കൊയ്യുന്ന ആണ് കച്ചവടം. ഈ കച്ചവടം ഇപ്പോൾ ലോകം ഏതാണ്ട് തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. 2 തരത്തിൽ തിരിച്ചറിയുന്നുണ്ട്. ഒന്ന്, ഈ വ്യാപാരത്തിനൊക്കെ ബദൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എല്ലാ രാജ്യങ്ങളും. ഇന്ത്യ അത് ആലോചിക്കുന്നുണ്ട്. ചൈന വലിയ തോതിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസ് വളരെ നേരത്തെ തന്നെ പ്രതിരോധ മുന്നണി ഉണ്ടാക്കി. മാത്രമല്ല ഈവൻ ഇസ്രായേൽ, അമേരിക്കക്ക് ബദൽ പദ്ധതികൾ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞിട്ട് പോലും കേൾക്കാത്തത്. അതുകൊണ്ട് ഈ 3 കച്ചവടവും അമേരിക്ക തുടർന്നുകൊണ്ടേയിരിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ. തായ്ലൻഡ്, കംബോഡിയ ബേസിക് ഇഷ്യൂ എന്താ? ഒരു ക്ഷേത്രമാണ്. അതൊരു ശിവക്ഷേത്രമാണ്. ഒരു ഇന്ത്യൻ ദൈവമാണ് ശിവൻ. സത്യത്തിൽ അവിടെ ആത്മാർത്ഥമായ ഒരു സമാധാന ദൂതിന് ഇപ്പോൾ ഓടിയെത്തേണ്ടത് ആരാണ്? നരേന്ദ്രമോദി. നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം ഈ ചർച്ച.